ഹായ് കൂട്ടുകാരെ, ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമുള്ളൊരു ദിവസമാട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ അപ്പൂസ് പോവാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ് തുറക്കാറായല്ലോ. 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവനെ കൊണ്ടാക്കുകയാണെന്ന്. അവന് ഞങ്ങൾ പുതിയ ബാഗും ബുക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇന്നലെ രാത്രി പോയിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ പോകണം, ഞങ്ങൾ കൊണ്ടാക്കാൻ പോവാണ്. ഞാനും അമ്മയും ഏട്ടനും ഉണ്ണിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങാണ്. ഇത് നമ്മുടെ വീട്ടിലെ കുറ്റിമുല്ലയാണ് കേട്ടോ. കുറേ മുല്ലപ്പൂ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ നിറയെ 2-3 കുറ്റിമുല്ലയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി. വലിയ സന്തോഷമൊന്നുമില്ല, കാരണം 2 മാസം ഉണ്ടായുള്ളൂ കൂടെയെങ്കിലും അവന് ഭയങ്കര അറ്റാച്ച്ഡായി. അവനെ ഇടയ്ക്കൊന്ന് പോയി കാണുമെങ്കിലും നമ്മൾ ഇത്ര അറ്റാച്ച്ഡ് ആവില്ല. നമ്മുടെ ഒപ്പം എപ്പോഴും ഉള്ളപ്പോൾ ഒരാളിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ച് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അവന് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവിടെ നെയ് റോസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അതിൻ്റെ ഇടയിൽ കുറച്ച് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മൂഡ് ഓഫ് ആയിരുന്നു എല്ലാവരും. അതാണ് വീഡിയോ എടുത്തില്ല. പിന്നെ അവനെ വീട്ടിലെത്തി ഭദ്രമായിട്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിന് ശേഷം ഞങ്ങളിത് നമ്മുടെ വീടിൻ്റെ മുന്നേ കേട്ടോ, തറവാടാണ്. തറവാടൊക്കെ ആകെ നാശമായി പോയി. അപ്പോൾ അവിടെ ചാമ്പങ്ങ പറിക്കുക കേട്ടോ. നമുക്കിവിടെ കിട്ടാനില്ല, എൻ്റെ വീട്ടിലില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം നമുക്ക് മറ്റൊരു സ്ഥലത്ത് കയറുമ്പോൾ ഭയങ്കര ആർത്തിയായിരിക്കുമല്ലോ. ഇവിടെ തന്നെയാണ് ഞാൻ 5-6 വർഷം നിന്നത്. അപ്പോഴൊന്നും എനിക്ക് ഈ ചാമ്പയ്ക്കൂട് ഇത്ര കൊതി ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് പറിച്ചു. അമ്മയാണ് പറിക്കണത്. ആൾക്കാരിങ്ങനെ മാറി മാറിയാട്ടോ പറിക്കണത്. കുറേ പറിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ അച്ചാറിടലും ഉപ്പിലിടലൊക്കെയാണ് അമ്മയുടെ പണി. ഞാൻ പറയുന്നുണ്ട് കുറച്ച് പറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ കുറേ പറിച്ചു. പിന്നെ ഞങ്ങൾ വന്നതറിഞ്ഞ് ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ചിറ്റ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. പല സ്ഥലത്ത് എൻ്റെ അച്ഛൻ്റെ അവിടെയൊക്കെ മേമാന്നാണ് പറയുക, എൻ്റെ അമ്മയുടെ അവിടെയൊക്കെ ചിറ്റാന്ന്. പല സ്ഥലത്ത് പല രീതിയിലാണല്ലോ സംസാരിക്കുന്നതും ആൾക്കാരെ വിളിക്കുന്ന രീതിയൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടു. ഒരു പോക്കിന് എല്ലാവരെയും കണ്ടിങ്ങ് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. വിഷമം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ളൊരു വിഷമം. ഒരു കൂടിപ്പോയി ഒരു 10-20 മിനിറ്റ് നമുക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് തന്നെ വരണമായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടിൽ ചെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും കാണാനുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും സുഖമാണോ? പല സ്ഥലത്ത് ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. മഴയെ തുടർന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ ഇവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങളുടെ ഇപ്പം ഇത്രയും പറിച്ചുള്ളൂ, പക്ഷെ ലാസ്റ്റ് പറിച്ചു വന്നപ്പോൾ കുറേ കിട്ടി കേട്ടോ. ഇത് അപ്പൂൻ്റെ അമ്മയാണ് കേട്ടോ. ഒരു ഒക്കത്ത് സ്വത്ത് ഒരു ഒക്കത്ത് ജാനിമോളുമാണ് കേട്ടോ. ജാനിമോളിന് തന്നെ തൊട്ട് മേലെയുള്ള വീട്ടിലാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡാണ്. എല്ലാവരും ഭയങ്കര ഇതാണ്, സൗഹൃദം, ഒരു കുടുംബം പോലെ എന്നൊക്കെ പറയാം. ഇതാണ് കേട്ടോ അപ്പൂൻ്റെ വീട്. അപ്പു ആണെങ്കിൽ അത്ര ഉള്ള ഇതൊന്നും സാഹചര്യത്തിലൊന്നും വളരുന്ന കുട്ടിയല്ല. ഭയങ്കര സർവൈവ് ചെയ്ത് ചെറുപ്പത്തിൽ അങ്ങനെ വളർന്നൊരു മോനാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവനോട് അത്രയും ഇഷ്ടവും. പക്ഷെ അവന് എന്നോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തോ സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും കൂടി എനിക്ക് അവനോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ കുഞ്ഞ് സ്വർഗം. അവിടെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം അവൻ കിടക്കണതൊന്നും അവൻ്റെ അച്ഛൻ മാത്രമേ അവിടെ കിടക്കണുള്ളൂ. എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് എൻ്റെ അമ്മമ്മയുടെ വീട്. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു 2 അടി വെക്കാനുള്ളൂ, പക്ഷേ അവിടെ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. കുറേ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്, ക്ഷമിക്കുക. ഇത് അപ്പൂൻ്റെ അനിയനാണ്. അവനെനിക്ക് ഉമ്മ തരാൻ വരാം കേട്ടോ. അവൻ എന്നോട് പറഞ്ഞു മഞ്ജേച്ചി പോവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്.
അപ്പോൾ അപ്പു ആണെങ്കിൽ സ്വത്തുവിനും ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് നന്നായി പഠിക്കണം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമുണ്ട്. അതാണ് അമ്മമ്മയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അമ്മമ്മയ്ക്കൊന്നും തീരെ വയ്യ. ഇത് അമ്മയുടെ ഒരു അനിയത്തിയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് ഉമ്മ തരാൻ വരികയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എന്നെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും. എന്താണെന്നൊരു കാരണം എന്നറിയില്ല. എന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് എനിക്ക് ഉമ്മയൊക്കെ തരും. എല്ലാവർക്കും സങ്കടമായി ഞങ്ങളിങ്ങോട്ട് വരുന്ന കാരണം. ഒരു 10-20 മിനിറ്റല്ലേ നമുക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലൊക്കെ പോവുള്ളൂ, അത്രയും ദൂരമാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അമ്മയുടെ മൂത്ത ചേച്ചിയുടെ വീട്ടിലാട്ടോ. അതൊക്കെ അടുത്തടുത്ത വീട്. നമ്മൾ ഇത്ര അടുത്ത് വന്നപ്പോൾ കാണാതെ പോകുന്നത് മോശമല്ലേ വെച്ചിട്ട് ചെന്നു. പക്ഷേ അവിടെ അമ്മയുടെ ചേച്ചി ഉണ്ടായില്ല. ഞങ്ങൾ വെല്ലിമിച്ചിന്നാണ് വിളിക്കുന്നത്. വെല്ലിമിച്ചി ഉണ്ടായില്ല. വെല്ലിമിച്ചിയുടെ ഇളയ മോളും കുട്ടികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാണ് വെല്ലിമിച്ചിയുടെ വീട്. ഞങ്ങൾ ചേച്ചീനെയും കുട്ടികളൊക്കെ കണ്ടു, ഇറങ്ങി. എല്ലാവർക്കും ചാനൽ വീഡിയോയ്ക്ക് വരാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അതാണ് ഞാൻ എല്ലാവരും അങ്ങനെ നിർബന്ധിച്ചില്ല. നമുക്ക് പറ്റുന്ന പോലെ എടുത്തോളൂ. ഇത് എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അത് 2ാമത്തെ കുട്ടിയാണ്. നടന്ന് പോവാണ്. സ്വത്ത് എല്ലാവരായിട്ടും ഭയങ്കര കമ്പനി ആയിട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. നമ്മൾ പിന്നെ തിരിച്ചു. അധികം നേരം എല്ലായിടത്തും ഇരുന്നില്ല. ഭയങ്കര മഴയൊക്കെ വന്നാലോ, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ വരുമ്പോൾ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.